മൊഡ്യൂൾ 1 തന്നെ കുറച്ച് വർക്ക്സ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് വർക്ക് എന്ന് പറയുന്നത് ട്രീസ് ബൈ ജോയ്സ് കിൽമർ. അപ്പോൾ ജോയ്സ് കിൽമർ എന്ന് പറയുന്നൊരു അമേരിക്കൻ പോയിറ്റ് ജേർണലിസ്റ്റ് ആണ്. ആൻഡ് വളരെ സിമ്പിളായിട്ടും വളരെ സ്പിരിച്വലായിട്ടും എഴുതുന്ന പോംസ് ആണ് അദ്ദേഹത്തിൻ്റേത്. ന്യൂ ജേഴ്സിയിലാണ് അദ്ദേഹം ജനിച്ചത്. കിൽമർ വാസ് എഡ്യൂക്കേറ്റഡ് അറ്റ് കൊളംബിയ യൂണിവേഴ്സിറ്റി. റിലീജിയസ് ഫെയ്ത്ത്, ലവ് ഫോർ നേച്ചർ, ഗോഡ്സിൻ്റെ ക്രിയേഷനോടുള്ളൊരു അഡ്മിറേഷൻ, ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ പോംസിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ ട്രീസ് എന്നുള്ള പോം 1913 എഴുതിയൊരു മോസ്റ്റ് ഫേമസ് വർക്കാണ് ഇദ്ദേഹത്തിൻ്റെ. ഒരു എന്താ പറയുക, നേച്ചറിനെ കുറിച്ചുള്ള, അല്ലെങ്കിൽ നേച്ചറും ഡിവിനിറ്റിയും, അല്ലെങ്കിൽ നേച്ചറിനെ ഒരു ഡിവൈനായിട്ട്, ഒരു ഡിവൈൻ എന്താ പറയുക, ഒരു കോൺസെപ്റ്റായിട്ട് കൺസിഡർ ചെയ്ത് ആ നേച്ചറിൻ്റെ നേച്ചറിനോടുള്ള ഒരു റെവറൻസ് അല്ലെങ്കിൽ റെസ്പെക്റ്റ് എക്സ്പ്രസ് ചെയ്യുന്നൊരു പോമാണ് ട്രീസ് എന്നുള്ള ഈ ഒരു പോം. ഇപ്പോൾ കിൽമർ വേൾഡ് വാർ ഫസ്റ്റിലൊക്കെ സെർവ് ചെയ്തിരുന്നു ആസ് എ സോൾജിയർ, ആൻഡ് ഹി വാസ് കിൽഡ് ഇൻ ആക്ഷൻ ഇൻ ഫ്രാൻസ് ഇൻ 1918. അപ്പോൾ നേച്ചർ സേക്രഡ് ആണ്, ഡിവൈൻ ആണ്. ആൻഡ് ദാറ്റ് ഹ്യൂമൻ ആർട്ട് അല്ലെങ്കിൽ പോയട്രിക്ക് പോലും നേച്ചറിൻ്റെ ബ്യൂട്ടിയിലോട്ട് മാച്ച് ചെയ്യാൻ പറ്റത്തില്ലെന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഇപ്പോൾ ഫസ്റ്റ് ലൈൻ, നമുക്ക് ലൈൻ ബൈ ലൈൻ അനാലിസിസ് തന്നെ നോക്കാം. ഫസ്റ്റ് ലൈൻ എന്ന് പറയുന്നത്, ഐ തിങ്ക് ദാറ്റ് ഐ ഷാൽ നെവർ സീ എ പോം ലവ്ലി ആസ് എ ട്രീ. അപ്പോൾ ഞാൻ നേരത്തെ ലാസ്റ്റ് പറഞ്ഞ കോൺസെപ്റ്റാണ്. നേച്ചറിന് ഒരിക്കലും നമ്മൾ എഴുതുന്ന കവിതകൾ പോലും ഹ്യൂമൻ ബീങ്സിൻ്റെ ആർട്ടിന് ഒരിക്കലും മാച്ച് ആവത്തില്ല നേച്ചർ. അല്ലെങ്കിൽ നേച്ചറിനെ കുറിച്ച് നമുക്ക് ഒരിക്കലും എന്താ പറയുക, നമ്മുടെ ഓൺ വേർഡ്സ് കൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ ആർട്ട് കൊണ്ട് ഒരിക്കലും എക്സ്പ്രസ് ചെയ്യാൻ പറ്റത്തില്ല. ബിക്കോസ് ഇറ്റ് ഇസ് ബിയോണ്ട് എക്സ്പ്രഷൻ, ബിയോണ്ട് ഹ്യൂമൻ എക്സ്പ്രഷനാണ് നേച്ചർ എന്നാണ് നമ്മുടെ പോയിന്റ് പറയുന്നത്. അപ്പം അദ്ദേഹം ഒരു പേഴ്സണൽ തോട്ട് അല്ലെങ്കിൽ ഒരു റിയലൈസേഷൻ എക്സ്പ്രസ് ചെയ്തുകൊണ്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്തായിരുന്നു ആ റിയലൈസേഷൻ? ഇതൊരു റിഫ്ലക്റ്റീവ് പോമാണ്. അതായത് അദ്ദേഹം വണ്ടർ അടിച്ച് നിൽക്കുവാണ്, വളരെ ഹമ്പിളായിട്ട് പറയുവാണ്, ഈ ഒരു ട്രീയും നമ്മുടെ ഹ്യൂമൻ പോം പോലെ ആവില്ല. എന്നുവെച്ചാൽ ഒരു ഹ്യൂമൻ പോത്തിനും നമ്മുടെ നേച്ചറിൻ്റെ അത്രയും മാച്ചിങ് ആയിട്ട് നിൽക്കാൻ പറ്റത്തില്ല. പോയിട്ട് ഡിക്ലെയർ ചെയ്യുന്ന വെച്ചാൽ നോ പോം എത്ര ബ്യൂട്ടിഫുൾ ആണെങ്കിലും ഒരു ട്രീയുടെ ലവ്ലിനെസ്സിൻ്റെ അത്രയും ഈക്വൽ ആയിട്ട് വരാൻ പറ്റത്തില്ല. ഈ ഒരു കമ്പാരിസൺ എന്ന് വെച്ചാൽ ട്രീയെ ഒരു സിമ്പിൾ ഓഫ് ഡിവൈൻ ബ്യൂട്ടി ആൻഡ് പെർഫെക്ഷൻ ആയിട്ട് കമ്പയർ ചെയ്യുവാണ്. ആൻഡ് ഓൾസോ പോയറ്റിൻ്റെ ആ ഒരു മോഡസ്റ്റിയാണ് കാണിക്കുന്നത്. പോയറ്റ് കവിത എഴുതുന്നയാളാണ്. അപ്പോൾ അദ്ദേഹം പറയുന്ന കാര്യം എന്താ, ഒരു കവിത പോലും എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടൊരു കവിത എഴുതിയാൽ പോലും, നേച്ചറിനെ പ്രകീർത്തിച്ച് അല്ലെങ്കിൽ ബ്യൂട്ടിഫൈ ചെയ്ത് സെലിബ്രേറ്റ് ചെയ്ത് എത്ര ഒരു കവിത എഴുതിയാൽ പോലും അതൊരിക്കലും നേച്ചറിന് മാച്ച് ആവത്തില്ല. എന്നുവെച്ചാൽ ഇറ്റ് ഇസ് ബിയോണ്ട് എക്സ്പ്രഷൻ, ബിയോണ്ട് നേച്ചറാണ്. ഐ മീൻ എന്താ പറയുക, ഈ പോംസ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ബിയോണ്ട് എന്താ പറയുക, ഒരിക്കലും ബിയോണ്ട് നേച്ചർ ആവത്തില്ല ഒരു പോവും, അല്ലെങ്കിൽ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എത്ര ഹ്യൂമൻ ആർട്ടാണെങ്കിലും. അപ്പോൾ അദ്ദേഹം പറയുന്നതെന്ന് വെച്ചാൽ ഹ്യൂമൻ ക്രിയേറ്റിവിറ്റിക്ക് പോലും ലിമിറ്റേഷൻസ് ഉണ്ട്. നമ്മളെ കൊണ്ട് എത്ര ശ്രമിച്ചാലും നേച്ചറിനെ സെലിബ്രേറ്റ് ചെയ്ത് അതിന് മാച്ച് ചെയ്യുന്ന രീതിയിൽ ഒരിക്കലും ഒരു പെർഫെക്ഷൻ നമുക്ക് കിട്ടത്തില്ല. അത്രയും വളരെ എന്താ പറയുക, ഒരു എക്സ്ട്രീം പെർഫെക്ഷൻ ലെവലിലാണ് നേച്ചറിനെ ഗോഡ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എ ട്രീ ഹൂസ് ഹംഗ്രി മൗത്ത് ഇസ് പ്രസ്ഡ് എഗെയിൻസ്റ്റ് ദ എർത്ത്സ് സ്വീറ്റ് ഫ്ലോയിങ് ബ്രസ്റ്റ്. ഇനി പോയറ്റ് ട്രീയെ പേഴ്സോണിഫൈ ചെയ്യുവാണ്. എന്ന് വെച്ചാൽ ട്രീക്ക് ഒരു ഹംഗ്രി മൗത്താണുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പോയറ്റ്സ് ഒക്കെ ട്രീയെ ഹ്യൂമൻ ബീയിങ്സിൻ്റെ ഇമോഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഹ്യൂമൻ ബീയിങ്സിൻ്റെ ഇമോഷൻസുമായിട്ടൊക്കെ പേഴ്സോണിഫൈ ചെയ്ത് പറയും. പേഴ്സോണിഫിക്കേഷൻ എന്ന് വെച്ചാൽ ഇതാണ്, ഹ്യൂമൻ ബീയിങ്സിൻ്റെ ആ ഒരു ഇമോഷൻസ് ആൻഡ് ഫീലിങ്സ് ആട്രിബ്യൂട്ട് ചെയ്യുന്നു നോൺ ലിവിങ് തിങ്സിന് അല്ലെങ്കിൽ നേച്ചറിന്. അപ്പോൾ ഇവിടെ ട്രീക്ക് മൗത്ത് ഉണ്ടെന്നാണ് പറഞ്ഞേക്കുന്നത്. എങ്ങനെയുള്ള മൗത്താണ്? ഹംഗ്രി മൗത്ത് ഉണ്ട്. അതായത് ട്രീ എലൈവ് ആണെന്ന് പറയുവാണ്. ആൻഡ് ഇറ്റ് ഈസ് ഡിപ്പെൻഡൻ്റ് ഓൺ ദി എർത്ത്, നേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്താണ് ട്രീ നിൽക്കുന്നത്. പ്രസ്ഡ് എന്ന് വെച്ചാൽ അവിടെ ഉദ്ദേശിക്കുന്നത് പ്രസ്ഡ് എന്നുള്ള മീനിങ് ആണ് കേട്ടോ, അമർത്തുക. എർത്തിനെ ഒരു മദറായിട്ടാണ് അടുത്ത ലൈനിൽ പറയുന്നത്. അതായത് എർത്ത് നേർച്ചർ ചെയ്യുന്നു ആരെ? ട്രീയെ, വിത്ത് ഹർ സ്വീറ്റ് ഫ്ലോയിങ് ബ്രസ്റ്റ്. അപ്പോൾ ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? ട്രീക്ക് വളരണം എന്നുണ്ടെങ്കിൽ അത് റൂട്ട്സിൽ നിന്നും നേച്ചറിൽ നിന്ന് വാട്ടർ അബ്സോർബ് ചെയ്യുന്നു, ന്യൂട്രിയൻസ് എല്ലാം അബ്സോർബ് ചെയ്യുന്നു ഫ്രം ദ സോയിൽ അല്ലെങ്കിൽ ഫ്രം ദി എർത്ത്. അപ്പോൾ എർത്ത് ഒരു ചൈൽഡിനെ നേഴ്സ് ചെയ്യുന്ന പോലെയാണ് ട്രീയെ വളർത്തി വലുതാക്കുന്നത്. അതുകൊണ്ടാണ് എർത്തിന് ഇവിടെ ഒരു മദർലി ഫിഗർ ഇമേജ് കൊടുക്കുന്നത്. അപ്പോൾ എർത്തും ട്രീയും തമ്മിലൊരു ഇൻറ്റിമേറ്റ് കണക്ഷനാണ് കാണിക്കുന്നത്. അതായത് ലൈഫിൻ്റെ ആ ഒരു ഇൻ്റർ ഡിപ്പെൻഡൻസ് ആണ് ഇവിടെ പറയുന്നത്. ലൈൻസ് 5 and 6 എ ട്രീ ദാറ്റ് ലുക്സ് അറ്റ് ഗോഡ് ഓൾ ഡേ ആൻഡ് ലിഫ്റ്റ്സ് എ ലീഫി ആംസ് ടു പ്രേ. ഇവിടെ ട്രീയെ കുറച്ച് സ്പിരിച്വൽ ആയിട്ടുള്ള ഇമേജിലാണ് നോക്കുന്നത്. അതായത് ട്രീ എപ്പോഴും ഗോഡിനെ നോക്കിയാണ് നിൽക്കുന്നതെന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ട്രീ എപ്പോഴും ഹെവനിൽ ഗേസ് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. അതായത് ഒരു ട്രീ എന്ന് പറയുന്നത് അതിൻ്റെ ബ്രാഞ്ചസ് ആണെങ്കിലും അതിൻ്റെ ലീവ്സ് ആണെന്നുണ്ടെങ്കിലും ആരെ ഫേസ് ചെയ്തിട്ടാണ് നിൽക്കുന്നത്? മുകളിലോട്ട് ഫേസ് ചെയ്ത്, അതായത് സ്കൈ അല്ലെങ്കിൽ ഗോഡിനെ ഫേസ് ചെയ്തിട്ടാണ് നിൽക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഡിവോഷനെയും ഫെയ്ത്തിനെയാണ് കാണിക്കുന്നത്. ആൻഡ് ഈ ബ്രാഞ്ചസിനെ എന്ത് ചെയ്യാണ്? പേഴ്സോണിഫൈ ചെയ്തിരിക്കുകയാണ്. അതായത് ബ്രാഞ്ചസിനെയാണ് ഇവിടെ ആംസ് ആയിട്ട് പറയുന്നത്. ആംസ് ലിഫ്റ്റ് ചെയ്ത് പ്രേ ചെയ്തുകൊണ്ടിരിക്കുവാണ് എല്ലാ ട്രീസും ദൈവത്തിനെ നോക്കി എന്നാണ് ഇവിടെ പറയുന്നത്. ആ ഒരു നേച്ചറിൻ്റെ സേക്രഡ്നെസ്സിനെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ട്രീസ് എന്ന് പറയുന്നത് ഗോഡിനെ വേർഷിപ്പ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അതായത് ഇവിടെ ഗോഡിനെ പ്രൈസ് ചെയ്യുവാണ്.
നേച്ചർ ഇറ്റ് സെൽഫ് പ്രൈസസ് ദ ക്രിയേറ്റർ എന്നാണ് ഇവിടെ പറയുന്നത്. എ ട്രീ ദാറ്റ് മേ ഇൻ സമ്മർ വെയർ എ നെസ്റ്റ് ഓഫ് റോബിൻസ് ഇൻ ഹർ ഹെയർ. ഇവിടെ പോയിട്ട് ഡിസ്ക്രൈബ് ചെയ്യുന്ന ഹൗ ട്രീസ് ചേഞ്ച് വിത്ത് ദ സീസൺസ്. ഓരോ സീസൺസിനനുസരിച്ച് ട്രീ എങ്ങനെയാണ് ചേഞ്ച് ആവുന്നത്. സമ്മറിൽ ട്രീ വളരെ പറഞ്ഞേക്കുന്നത് ഒരു സമ്മർ സീസണിൽ ട്രീ ഭയങ്കര ലൈവ്ലി ആയിട്ട് ഫുൾ ഓഫ് ബ്യൂട്ടിഫുൾ ആയിട്ടും നിൽക്കും എന്നാണ് പറഞ്ഞേക്കുന്നത്. ഇവിടെ ഹെയർ എന്ന് വെച്ചാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് ലീവ്സ് ആൻഡ് ബ്രാഞ്ചസ് ആണ്. ട്രീയുടെ ഹെയർ എന്ന് വെച്ചാൽ ലീവ്സ് ആൻഡ് ബ്രാഞ്ചസ് ആണ്. അവിടെ വന്ന് ബേർഡ്സ് അവരുടെ നെസ്റ്റ് ബിൽഡ് ചെയ്യുന്നു. അതായത് ഈ ഒരു ഇമേജ് എന്താ കൺവേ ചെയ്യുന്നത്? ആ ട്രീക്ക് ലീവ്സ് ഉണ്ടാവുന്നു, ബ്രാഞ്ചസ് ഉണ്ടാവുന്നു, ഫ്ലവേഴ്സ് ഉണ്ടാവുന്നു. അത് ഫെർട്ടിലിറ്റി അല്ലെങ്കിൽ ഒരു ഷെൽട്ടറാണ് ബാക്കിയുള്ള ഫോംസ് ഓഫ് ലൈഫിന്. അപ്പോൾ ട്രീ ഈസ് നോട്ട് ഓൺലി ബ്യൂട്ടിഫുൾ ബട്ട് ഓൾസോ ഇറ്റ് ഇസ് നർച്ചറിങ്. അത് ബാക്കിയുള്ള ആനിമൽസിനെയും ബേർഡ്സിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നു, ലൈഫിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒന്നാണ് ട്രീ. അപ്പോൺ ഹൂസ് ബോസം സ്നോ ഹാസ് ലെയിൻ ഹൂ ഇൻറ്റിമേറ്റ്ലി ലിവ്സ് വിത്ത് റെയിൻ. ഇനി അടുത്ത വിൻ്റർ സീസണാണ്. സ്നോ ഉണ്ട് അതിൻ്റെ ബ്രാഞ്ചസിൽ. അപ്പോൾ ബോസം എന്നുള്ള വാക്കിവിടെ യൂസ് ചെയ്യുന്നു. ബോസം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹാർട്ട്, നമ്മുടെ ചെസ്റ്റ് ഏരിയ. അപ്പോൾ അവിടെ ഫീമെയിലായിട്ടാണ് ഇവിടെ ട്രീയെ പേഴ്സോണിഫൈ ചെയ്തേക്കുന്നത്. ജെൻറ്റിലാണ് ട്രീ, പക്ഷെ വളരെ സ്ട്രോങ് ആണ്. ഹാർഷ് കണ്ടീഷൻസ് എത്ര വന്നാലും വിൻ്റർ സീസൺ ആണെങ്കിലും സമ്മർ സീസൺ ആണെന്നുണ്ടെങ്കിലും ട്രീ അവിടെ തന്നെ നിൽക്കും. ട്രീയുടെ റിലേഷൻഷിപ്പ് അടുത്ത റെയിനി സീസണെ കുറിച്ചാണ് പറയുന്നത്. വളരെ ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള റിലേഷൻഷിപ്പാണ് ട്രീക്ക് റെയിനി സീസണിൽ. അപ്പോൾ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ട്രീ വളരെ പെർഫെക്റ്റ് ബാലൻസിൽ നേച്ചറിൻ്റെ എല്ലാ സീസൺസിനും എൻഡ്യൂർ ചെയ്തിട്ട് നല്ല പെർഫെക്റ്റ് ബാലൻസിലാണ് ഒരു ട്രീ വിത്ത്സ്റ്റാൻഡ് ചെയ്യുന്നത്. നേച്ചറിൻ്റെ എല്ലാ എലമെൻസിനെയും ബാലൻസ് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. റെയിനി സീസൺ ആണെങ്കിലും സമ്മർ ആണെങ്കിലും വിൻ്റർ സീസൺ ആണെന്നുണ്ടെങ്കിലും. പോംസ് ആർ മെയ്ഡ് ബൈ ഫൂൾസ് ലൈക്ക് മീ ബട്ട് ഓൺലി ഗോഡ് ക്യാൻ മേക്ക് എ ട്രീ. എന്നെ പോലുള്ള ഫൂൾസാണ് പോംസ് എഴുതുന്നത്. അപ്പോൾ പോംസ് എന്ന് പറയുന്നത് എന്താണ്, ഹ്യൂമൻ ആർട്ടാണ്. പക്ഷേ അതിൽ ലിമിറ്റേഷൻ ഉണ്ടെന്നാണ് പോയിട്ട് ആദ്യമേ തന്നെ പറയുന്നുണ്ട്. ഒരു കൺഫെഷൻ പോലെ പറയുവാണ്, ഒരു ഹ്യൂമൻ ക്രിയേഷനും ഒരു പോയട്രിക്കും ഒരു നോവലിനും ഗോഡിൻ്റെ നാച്ചുറൽ ക്രിയേഷനെ ഒരിക്കലും കോമ്പീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ബിക്കോസ് ഓൺലി ഗോഡ് ക്യാൻ മേക്ക് എ ട്രീ. ഒരിക്കലും ഒരു പോയറ്റിന് ഒരു ട്രീ ഉണ്ടാക്കാൻ പറ്റത്തില്ല. പോം എൻഡ് ചെയ്തൊരു പവർഫുൾ സ്റ്റേറ്റ്മെൻറ്റിലാണ് ഇവിടെ കിൽമർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ രീതിയിലുള്ള ക്രിയേഷൻസും ബിലോങ്സ് ടു ഗോഡ് അലോൺ. ഹ്യൂമൻസിന് അതിൻ്റെ ബ്യൂട്ടിയെ ഡിസ്ക്രൈബ് ചെയ്യാനുള്ള എബിലിറ്റിയെ തന്നിട്ടുള്ളൂ. ഓൺലി ഗോഡ് ക്യാൻ ക്രിയേറ്റ് എ ബ്യൂട്ടി ലൈക്ക് എ ട്രീ. ഇവിടെ നേച്ചറിനെയും ഡിവിനിറ്റിയെയും കുറിച്ചാണ് ഇവിടെ ക്ലോസിംഗ് ലൈനിൽ പറയുന്നത്. അപ്പോൾ പോയം ശരിക്കും പറഞ്ഞാൽ നേച്ചറിനുള്ളൊരു ട്രിബ്യൂട്ടാണ്, ഒരു ഡെഡിക്കേഷനാണ്. ട്രീ എന്ന് പറയുന്നത് ഗോഡിൻ്റെ ക്രിയേഷനാണെന്നും ഡിവൈൻ ബ്യൂട്ടി ലൈഫിനെ അത് സിംബലൈസ് ചെയ്യുന്നു. വളരെ സിമ്പിൾ ലാംഗ്വേജിൽ പേഴ്സോണിഫിക്കേഷൻ യൂസ് ചെയ്തിട്ടാണ് ഇത് പറഞ്ഞു പോയേക്കുന്നത്. അതായത് ട്രീക്ക് പിന്നെ ഹ്യൂമൻ ബീയിങ്സിൻ്റെ ഇമോഷൻസും ഫീലിങ്സും പോലെയൊക്കെയാണ് ആ ഒരു ഹ്യൂമൻ ക്വാളിറ്റീസ് ആട്രിബ്യൂട്ട് ചെയ്തിട്ടാണ് പറഞ്ഞു പോയേക്കുന്നത്. അപ്പോൾ ട്രീ ഹെവനും എർത്തും തമ്മിലൊരു ബ്രിഡ്ജായിട്ടാണ് നിൽക്കുന്നത് അല്ലേ. പിന്നെ അത് തീംസ് വരുന്നത് നേച്ചറിൻ്റെ ബ്യൂട്ടിയെക്കുറിച്ച് പറയുന്നുണ്ട്, ഗോഡിൻ്റെ ക്രിയേഷനെക്കുറിച്ച് പറയുന്നുണ്ട്, ഫെയ്ത്തിനെക്കുറിച്ചും വേർഷിപ്പിനെക്കുറിച്ചും പറയുന്നുണ്ട്. ട്രീ എന്ന് പറയുന്നത് തന്നെ ഒരു ഫെയ്ത്ത്ഫുൾ വേർഷിപ്പറായിട്ടാണെന്നാണ് പറയുന്നത്. കോൺസ്റ്റൻ്റ്ലി പ്രേയിങ് ടു ഗോഡ് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ഹ്യൂമൻ ആർട്ടിൻ്റെ ഹ്യൂമിലിറ്റിയെക്കുറിച്ച് പറയുന്നു. അതായത് ഹ്യൂമൻ ബീയിങ്സ് എല്ലാം പോംസ് ഒക്കെ എഴുതും, പക്ഷെ ഒരിക്കലും ഒരു പോം വെച്ചിട്ട് നമുക്ക് നേച്ചറിൻ്റെ അല്ലെങ്കിൽ ഗോഡിൻ്റെ ക്രിയേഷനായിട്ടുള്ള നേച്ചറിനെയോ ട്രീയോ ഒരിക്കലും നമുക്ക് മാച്ച് ചെയ്യാൻ പറ്റത്തില്ലെന്നാണ് പറയുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള രീതിയിലാണ് ഈ പോം എഴുതിയിരിക്കുന്നത്. അടുത്ത പോം കൂടി നമ്മൾ നോക്കുന്നുണ്ട് മൊഡ്യൂൾ 1 തന്നെ. ബിൻസ്ലി പോപ്പുലേഴ്സ് എന്നാണ് ആ പോയത്തിൻ്റെ പേര്. ബൈ GM ഹോപ്കിൻസ്. 1879 അദ്ദേഹം എഴുതിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് GM ഹോപ്കിൻസ് അല്ലെങ്കിൽ ജെറാൾഡ് മാൻലി ഹോപ്കിൻസ് എന്നാണ് അദ്ദേഹത്തിൻ്റെ കംപ്ലീറ്റ് നെയിം. അദ്ദേഹം ഒരു വിക്ടോറിയൻ പോയിറ്റായിരുന്നു. അതായത് 1837 തൊട്ട് 1901 ആ ഒരു കാലഘട്ടത്തിൽ എഴുതിയിരുന്ന പോയിറ്റായിരുന്നു. ആൻഡ് ഹി വാസ് ഓൾസോ എ പ്രീസ്റ്റ് ആയിരുന്നു. വളരെ ഡീപ്ലി റിലീജിയസ് ആയിട്ടൊരു സ്റ്റൈലാണ് ഇദ്ദേഹത്തിൻ്റേത്. നേച്ചർ, സ്പിരിച്വാലിറ്റി, ഇമോഷൻ, ഇങ്ങനെയൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ തീംസ് വരുന്നത് പോയട്രിക്കകത്ത്. അദ്ദേഹത്തിൻ്റെ ഒരു യുണീക്കായിട്ടുള്ള ഒരു പോയം എഴുതുന്നതിൽ നമ്മൾ റൈംസ് എന്നൊക്കെ പറയുമല്ലോ, റിഥം എന്നൊക്കെ പറയത്തില്ലേ, അദ്ദേഹത്തിൻ്റെ ഒരു യുണീക്കായിട്ടുള്ളൊരു റിഥമാണ്. അദ്ദേഹം തന്നെ കണ്ടുപിടിച്ചൊരു റിഥമാണ് സ്പ്രങ് റിഥം എന്ന് പറയുന്നത്. അത് അറിഞ്ഞിരുന്നാൽ മതി. അപ്പോൾ ഇവിടെ ഹോപ്കിൻസ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഗോഡിൻ്റെ ക്രിയേഷനെയൊക്കെ സെലിബ്രേറ്റ് ചെയ്യുന്നൊരു വ്യക്തിയാണ്, ഗോഡിൻ്റെ പ്രസൻസിനെയും ക്രിയേറ്റിവിറ്റിയൊക്കെ. പിന്നെ ഹ്യൂമൻ ആക്ഷൻസ് എങ്ങനെയാണ് ഇതിനെയൊക്കെ ഡിസ്ട്രോയ് ചെയ്യുന്നതെന്നും പറയുന്നുണ്ട്. അപ്പോൾ ഈ ബിൻസി പോപ്പുലേഴ്സ് എന്ന് പറയുന്ന ഒരു പോം 1879 അദ്ദേഹം ഓക്സ്ഫോർഡിൽ അദ്ദേഹം ഒരു ഗ്രൂപ്പ് ഓഫ് ട്രീസ് കണ്ടു. അദ്ദേഹത്തിനെ ആ ട്രീസിനെ ഇദ്ദേഹം വളരെയധികം അഡ്മയർ ചെയ്തിരുന്നു. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ ട്രീസിനെ ആരോ കട്ട് ചെയ്ത് കളഞ്ഞു. സോ അതിനൊരു ഡെഡിക്കേഷൻ പോലെ അതിൻ്റെ ആ ഒരു നാച്ചുറൽ ബ്യൂട്ടി പോയല്ലോ എന്നുള്ള സങ്കടം കൊണ്ട് എഴുതിയൊരു പോവമാണ് ഈ ബിൻസി പോപ്പുലേഴ്സ് എന്ന് പറയുന്നത് കേട്ടോ. അതായത് ഹ്യൂമൻ ബീയിങ്സിൻ്റെ ആ ഒരു കെയർലെസ് ആറ്റിറ്റ്യൂഡ് കാരണമാണ് ആ ട്രീസ് നഷ്ടപ്പെട്ടത് അല്ലെങ്കിൽ ട്രീസ് കട്ട് ഡൗൺ ചെയ്തത്.
സോ അതിനൊരു ലെമൻറ്റേഷൻ പോലെ, അല്ലെങ്കിൽ ആ ട്രീസിനെ വിഷമിച്ച് എഴുതുവാണ്, കട്ട് ചെയ്ത് പോയല്ലോ എന്നുള്ളൊരു സങ്കടം കൊണ്ട് എഴുതുന്ന പോമാണിത്. അപ്പം ലൈൻ ബൈ ലൈൻ അനാലിസിസ് നോക്കാം നമുക്ക്. മൈ ആസ്പെൻസ് ഡിയർ ഹൂസ് എയറി കേജസ് ക്വൽഡ്. ആസ്പെൻ ട്രീ ആണ് കട്ട് ചെയ്തത്. അപ്പോൾ ആസ്പെൻ ട്രീയെ കുറിച്ചാണ് മൈ ആസ്പെൻസ് ഡിയർ എന്നാണ് പറഞ്ഞേക്കുന്നത്. അതായത് എൻ്റെ ആസ്പെൻ ട്രീകളെ. പോയിട്ട് ഇവിടെ ഡയറക്റ്റ്ലി ആസ്പെൻ ട്രീയെ അഡ്രസ്സ് ചെയ്തിട്ടാണ് സംസാരിക്കുന്നത്. മൈ ഡിയർ എന്നാണ് പറഞ്ഞേക്കുന്നത്. എന്ന് വെച്ചാൽ വളരെ ഇഷ്ടമായിരുന്നു ഈ ട്രീസിന്. അവർക്ക് എയറി കേജസ് ആണ് ഉണ്ടെന്നാണ് പറഞ്ഞത്. എയറി കേജസ് എന്ന് വെച്ചാൽ എന്താ, ബ്രാഞ്ചസും ലീവ്സും. അതാണ് അവരുടെ എയറി കേജസ് എന്ന് വെച്ചാൽ ബ്രാഞ്ചസിൻ്റെയും ലീവ്സിൻ്റെ ഇടയ്ക്കുണ്ട്. ട്രീയുടെ എയറി കേജ് എന്ന് വെച്ചാൽ ബ്രാഞ്ചസും ലീവ്സും ആണ്. ആ ഒരു അതിൻ്റെ ഇടയിൽ കൂടെ സൺലൈറ്റ് ഇങ്ങനെ ഫിൽറ്റർ ചെയ്ത് വരുമെന്നുണ്ടായിരുന്നു. കാറ്റും ഉണ്ട് സൺലൈറ്റും ഉണ്ട്. അപ്പോൾ ലീവ്സ് ജെന്റ്ലി സൺലൈറ്റിനെ കാം ചെയ്തിട്ടാണ് താഴെ ഇരിക്കുന്നവർക്ക് ഷെയ്ഡ് പ്രൊവൈഡ് ചെയ്യുന്നത്. ലൈൻ 2ഉം 3ക്കകത്തും ക്വൽഡ് ഓർ ക്വെൻച്ച്ഡ് ഇൻ ലീവ്സ് ദ ലീപ്പിംഗ് സൺ, ഓൾ ഫെൽഡ് ആർ ഓൾ ഫെൽഡ്. ലീവ്സ് ഇവിടെ ആക്ട് ചെയ്യുന്ന ഒരു ഫിൽറ്ററിനെ പോലെയാണ്. ബ്രൈറ്റ് ആയിട്ടുള്ള സൺലൈറ്റിനെ ഡിം ചെയ്യുന്നതും കൂൾ ചെയ്യുന്നതും ഈ ട്രീസിൻ്റെ ലീവ്സ് ആണ്, അല്ലെങ്കിൽ ബ്രാഞ്ചസ് ആണ്. ക്വൽഡ്, ക്വെൻച്ച്ഡ് കണ്ടോ, ആ ഒരു സ്ട്രോങ് ആയിട്ടുള്ള സൗണ്ട് പാറ്റേൺ കണ്ടോ, അതിനെയാണ് നമ്മൾ സ്പ്രങ് റിതം എന്ന് പറയുന്നത്. ക്വൽഡ്, ക്വെൻച്ച്ഡ്. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ഒരു മ്യൂസിക്കൽ റിതത്തിന് വേണ്ടി അദ്ദേഹം യൂസ് ചെയ്തതാണ് കേട്ടോ. എങ്ങനെയാണ് ഈ ട്രീസ് പീസും ജെന്റിൽനെസ്സും ലാൻഡ്സ്കേപ്പിനും അവിടെ വരുന്ന എല്ലാ ഓർഗാനിസത്തിനും പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇവിടെ സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഓൾ ഫെൽഡ് ആർ ഓൾ ഫെൽഡ്. ഈ ഫെൽഡ് എന്നുള്ള വാക്ക് ഇവിടെ റിപ്പീറ്റഡ് ആയിട്ട് വരുന്നുണ്ട്. എന്ന് വെച്ചാൽ കട്ട് ഡൗൺ ചെയ്തു. ഫെൽഡ് എന്ന് വെച്ചാൽ എന്താ, ട്രീസ് എല്ലാം ഫോൾ ഡൗൺ ചെയ്തു, കട്ട് ഡൗൺ ചെയ്തു. ആ ഷോക്കിലിരിക്കുവാണ് പോയിട്ട്, ആ ഒരു ഡിസ്ബിലീഫിലും പെയിനിലും ഇരിക്കുവാണ്. ഇതൊരു ഇമോഷണൽ ആയിട്ടുള്ളൊരു ക്രൈ ആണ്. ഇദ്ദേഹത്തിൻ്റെ ബിലവഡ് ട്രീസ് പോയി. ആ ഫെൽഡ് ആർ ഓൾ ഫെൽഡ് എന്ന് വെച്ചാൽ ഇവിടെ ആ ഒരു വാക്ക് എന്തിനാണ് റിപ്പീറ്റഡ് ആയിട്ട് യൂസ് ചെയ്യുന്നത്, ആ ആക്സ് കൊണ്ട്, കോടാലി കൊണ്ട് റിപ്പീറ്റഡ് ആയിട്ട് കട്ട് ചെയ്തുകൊണ്ടാണ് ഇത് താഴെ വീണത്. ആ ഒരു ഡിസ്ട്രക്ഷനെ കാണിക്കാൻ വേണ്ടിയാണ്, അതിൻ്റെ ഒരു ഡെപ്തിനെ കാണിക്കാൻ വേണ്ടിയാണ് ഈ ഫെൽഡ് എന്നുള്ള വാക്ക് അദ്ദേഹം 3 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തിരിക്കുന്നത്. ലൈൻസ് 4 to 8 നോക്കാം. Of a fresh and following fold rank, not spared, not one, that dandled is sandaled, shadow that swam or sank, on meadow and river and wind wandering weed winding bank. ട്രീസ് റോ പോലെയാണ് റിവർ ബാങ്കിൻ്റെ സൈഡിൽ നിന്നത്. ഒരു റോ പോലെ ആയിരുന്നു നിന്നത്. ലൈക്ക് സോൾജിയേഴ്സ് ഇതെങ്ങനെയാണോ നിരന്ന് നിൽക്കുന്നത് അതുപോലൊരു റോ പോലെയാണ് ട്രീസ് നിന്നിരുന്നത്. ഫോൾഡഡ് റാങ്ക് എന്ന് വെച്ചാൽ സോൾജിയേഴ്സിനെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. പക്ഷെ ഒരു ട്രീയെയും ഇവർ വെറുതെ വിട്ടില്ല, എല്ലാം കട്ട് ചെയ്ത് കളഞ്ഞു. ആ ലോസ് വളരെ ടോട്ടലാണ്. അതായത് ഒരു കുറച്ച് ട്രീ അല്ല, ഒരു എൻറ്റയർ ലിവിങ് ലാൻഡ്സ്കേപ്പിനെ തന്നെയാണ് അവർ കട്ട് ചെയ്ത് കളഞ്ഞതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ലൈൻസ് ഡിസ്ക്രൈബ് ചെയ്യുന്നത് ഈ ട്രീസിൻ്റെ ഷാഡോയെ കുറിച്ചും പറയുന്നുണ്ട്. ഷാഡോസ് വളരെ ഗ്രേസ്ഫുൾ ആയിരുന്നു. ആ ഷാഡോസ് റിവറിലും റിവറിൻ്റെ ബാങ്കിലും മെഡോസിലും പുൽത്തകിടിലും എല്ലാം ഷാഡോസ് ഉണ്ടായിരുന്നു. ആ ഒരു ട്രീസ് ഡാൻസ് ചെയ്തിരുന്നു വാട്ടറിൽ. അതായത് ട്രീസിൻ്റെ റിഫ്ലക്ഷൻസ് ഡാൻഡഡ് എന്നാണ് പറഞ്ഞേക്കുന്നത്. ഡാൻഡിൽഡ് എന്നാണ് പറഞ്ഞേക്കുന്നത്. ഡാൻഡിൽഡ് എന്ന് വെച്ചാൽ റോക്ക്ഡ് അല്ലെങ്കിൽ സ്വിങ്ങിങ്. ഈ ട്രീസിൻ്റെ റിഫ്ലക്ഷൻ പിന്നെ ഈ ഒരു റിവർ ബാങ്കിൽ വീഴുമ്പോൾ പറഞ്ഞേക്കുന്നത് എങ്ങനെയാണെന്നാണ് പറഞ്ഞത്, ട്രീസിൻ്റെ റിഫ്ലക്ഷൻ ഡാൻസ് ചെയ്യുമായിരുന്നു എന്നാണ് പറഞ്ഞത്. അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടായിരുന്നു. ആ ഒരു മ്യൂസിക്കൽ റെപ്പറ്റീഷനാണ് ഡാൻഡിൽഡ്, സാൻഡിൽഡ് ഒക്കെ വരുന്നത്. ആ ഒരു പ്ലേസിൻ്റെ വൈബ്രൻസിയാണ് കാണിക്കുന്നത്. അത് ഡിസ്ട്രോയ് ചെയ്യുന്നതിന് മുന്നേ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമായിരുന്നു ഈ ട്രീസ് കാരണം. 9 to 13 നോക്കാം. ഹ്യൂമാനിറ്റിയുടെ ഇഗ്നോറൻസിനെ കുറിച്ചാണ് ആ ലൈനിൽ പറയുന്നത്. ഹ്യൂമൻ ആക്ഷൻസ് കട്ട് ചെയ്യുന്നത്, അതായത് ഹ്യൂമൻ ബീങ്സ് ഡിഗ് ചെയ്യുന്നു, കട്ട് ചെയ്യുന്നു. ഡെൽവ് ആൻഡ് ഹ്യൂ എന്ന് പറയുന്നുണ്ട്. ഡെൽവ് എന്ന് വെച്ചാൽ ഡിഗ് ചെയ്യുക, ഹ്യൂ എന്ന് വെച്ചാൽ കട്ട് ചെയ്യുക. ഹ്യൂമൻ ബീങ്സ് കട്ട് ചെയ്യുന്നു, ഡിഗ് ചെയ്യുന്നു, ഇങ്ങനെ നേച്ചറിനെ ഡാമേജ് ചെയ്യുന്നു. പീപ്പിളിന് ഒരിക്കലും ഈ ഒരു നേച്ചറിനെ അല്ലെങ്കിൽ ട്രീസിനെ ഉപദ്രവിക്കുന്നത് ഒരു സ്പിരിച്വൽ ഹാമായിട്ട് മനസ്സിലാവത്തില്ല. ശരിക്കും പറഞ്ഞാൽ നമ്മൾ അങ്ങനെയാണ് ചെയ്യുന്നത്. ബിക്കോസ് നാച്ചുറൽ ലൈഫ് നമ്മൾ ഡിസ്ട്രോയ് ചെയ്യുമ്പോൾ നമ്മളൊരു സ്പിരിച്വൽ ഹാമാണ് ചെയ്യുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്. സ്പിരിച്വലി നമ്മൾ അതിനെ ഉപദ്രവിക്കുവാണ്, നമ്മൾ എഗെയിൻസ്റ്റ് ഗോഡാണ് നമ്മൾ പെരുമാറുന്നതെന്ന് ആരും മനസ്സിലാക്കുന്നില്ല. ഹാക്ക് ആൻഡ് റാക്ക് എന്ന് പറഞ്ഞ് 2 വാക്കുണ്ട്. അത് വളരെ വയലൻറ്റ് വേർഡ്സ് ആണ്. അതായത് ഡിസ്ട്രക്ഷനെയാണ് കാണിക്കുന്നത്. അപ്പോൾ ഹോപ്കിൻസ് ഇവിടെ പറയുന്നത് വെച്ചാൽ ലാൻഡിനെ വളരെ ടെൻഡറായിട്ട്, വളരെ ഒരു ഫ്രജൈലായിട്ടുള്ള വുമണായിട്ടാണ് പറയുന്നത്. ഇവിടെ പേഴ്സോണിഫിക്കേഷനാണ് വരുന്നത്. ലാൻഡിനെ, നേച്ചറിനെ ഒരു സ്ത്രീയായിട്ട് കമ്പയർ ചെയ്യുക, ഹ്യൂമനായിട്ട് കമ്പയർ ചെയ്യുക. അതായത് നാച്ചുറൽ വേൾഡ് വളരെ സെൻസിറ്റീവ് ആണ്. ഹ്യൂമൻ ഇൻ്റർഫിയറൻസ് കാരണം അത് ഈസിലി വൂണ്ടഡ് ആവുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. ലൈൻസ് 14 to 18 നോക്കാം. ഹോപ്കിൻസ് ഇവിടെ എർത്തിനെ ഒരു ഹ്യൂമൻ ഐ ആയിട്ട് കമ്പയർ ചെയ്യുവാണ്. വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ഐ, ഡെലിക്കേറ്റ് ആയിട്ടുള്ള ഐ, പക്ഷേ പെട്ടെന്ന് ഡാമേജ്ഡ് ആവുന്നു. ഒരു സ്മോൾ ഇഞ്ചുറി മതി നമ്മുടെ ഐയെ ഡിസ്ട്രോയ് ചെയ്യാൻ. അതുപോലെ തന്നെയാണ് ഒരു സ്മോൾ ആക്ഷൻ ഓഫ് ഡിസ്ട്രക്ഷനാണ് നാച്ചുറൽ ലാൻഡ്സ്കേപ്പിനെ റൂയിൻ ചെയ്തത്. ദെൻ
ഈവൻ വെൻ ഹ്യൂമൻസ് ട്രൈ ടു ഇംപ്രൂവ് നേച്ചർ, അതായത് ഈ ഒരു മരം വെട്ടിക്കളഞ്ഞത് ചിലപ്പോൾ എന്തെങ്കിലും ബിൽഡിംഗ് പണിയാനായിരിക്കും, ഒരു ഇമ്പ്രൂവ്മെൻറ്റ്, ഒരു ഡെവലപ്മെൻറ്റിന് വേണ്ടി ആയിരിക്കുമെങ്കിലും, പക്ഷേ നമ്മൾ എപ്പോഴും ഡിസ്ട്രോയ് ചെയ്യുവാണ് നേച്ചറിനെ. ഇൻസ്റ്റഡ് നമ്മൾ നേച്ചറിനെ ഇമ്പ്രൂവ് ചെയ്യാനായിരിക്കും നിൽക്കുന്നതെങ്കിലും, ചിലപ്പോൾ ഒരു ലാൻഡ് ഡെവലപ്പ് ചെയ്യാനോ എന്തെങ്കിലും ഒരു കാര്യം ബിൽഡ് ചെയ്യാനോ ആയിരിക്കും നമ്മൾ നോക്കുന്നതെങ്കിൽ നമ്മൾ എൻഡപ്പ് ചെയ്യുന്നത് ഡിസ്ട്രക്ഷനിലായിരിക്കും നേച്ചറിനെ. അപ്പോൾ ഇവിടെ ഹ്യൂമൻ അറഗൻസിനെ ക്രിട്ടിസൈസ് ചെയ്യുവാണ്. നമ്മൾ നേച്ചറിനെ ഫിക്സ് ചെയ്യുന്നു എന്ന് പറഞ്ഞ് കാണിച്ചിട്ട് നമ്മൾ ഹാംസേ നമ്മൾ ഉണ്ടാക്കത്തുള്ളൂ നേച്ചറിന്. ലൈൻസ് 19 to 22. ഫ്യൂച്ചർ ജനറേഷൻസ്, അതായത് ആഫ്റ്റർ കമേഴ്സ്, വിൽ നെവർ നോ ദ ബ്യൂട്ടി ദാറ്റ് വൺസ് എക്സിസ്റ്റഡ്. നമ്മളിങ്ങനെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഫ്യൂച്ചർ ജനറേഷൻ എന്തായാലും ഒരിക്കലും ഇതിൻ്റെ ഒരു ബ്യൂട്ടി മനസ്സിലാവത്തില്ല. ബിക്കോസ് അതിന് മുന്നേ തന്നെ നമ്മളെല്ലാം നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതൊരു നമുക്ക് റിവേഴ്സ് ചെയ്യാൻ പറ്റാത്ത ലോസ് ആണെന്നാണ് പോയിട്ട് പറയുന്നത്. നമുക്കൊരിക്കലും ഈ വേൾഡിനെ റീസ്റ്റോർ ചെയ്യാൻ പറ്റത്തില്ലെന്നാണ് പറയുന്നത് ഇങ്ങനെ പോവുകയാണെങ്കിൽ. ആൻഡ് 10 or 11 അല്ലെങ്കിൽ 10 or 12 ആക്സ് മതി എല്ലാത്തിനെയും ഡിസ്ട്രോയ് ചെയ്യാൻ ഒറ്റ സെക്കൻഡിനുള്ളിൽ. അൺസെൽവ് എന്ന് പറഞ്ഞൊരു വാക്ക് ലൈൻസ് 20 to 22 ഇദ്ദേഹം യൂസ് ചെയ്യുന്നുണ്ട്. അൺസെൽവ് എന്ന് വെച്ചാൽ ഹോപ്കിൻസ് തന്നെ കോയിൻ ചെയ്തൊരു വാക്കാണ്. ടു ടേക്ക് അവേ, എന്തിൻ്റെങ്കിലും ഒരു ആത്മാവിനെ അല്ലെങ്കിൽ അതിൻ്റെ ഒരു യുണീക്ക് ഐഡൻറ്റിറ്റി എടുത്ത് കളയുന്നതിനെയാണ് അൺസെൽവ് എന്ന് പറയുന്നത്. അപ്പോൾ ട്രീസ് ശരിക്കും പറഞ്ഞാൽ അവരുടെ ഒരു സെൽഫിലാണ് ഇവിടെ ജീവിച്ചു പോയത്. ആ ട്രീസിനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ഇൻഡിവിജ്വാലിറ്റിയും അവരുടെ സ്പിരിറ്റിനെയുമാണ് നമ്മൾ, ആത്മാവിനെയുമാണ്, സോളിനെയാണ് നമ്മൾ ഇറേസ് ചെയ്ത് കളയുന്നത്. ലൈൻസ് 23 to 24, ലാസ്റ്റ് 2 ലൈനാണ്. റൂറൽ സീൻ, എ റൂറൽ സീൻ, സ്വീറ്റ് എസ്പെഷ്യൽ റൂറൽ സീൻ. ഇവിടെ റെപ്പറ്റീഷനാണ് പറഞ്ഞേക്കുന്നത്. ആ ഒരു ഡീപ്പ് ഇമോഷണൽ കണക്ഷൻ ഇദ്ദേഹത്തിന് പ്ലേസുമായിട്ടുള്ള വളരെ നൊസ്റ്റാൾജിക് ആയിട്ട് പറയുവാണ്. ആ ഒരു ബ്യൂട്ടി ഉണ്ടല്ലോ, ആ ഒരു റൂറൽ ബ്യൂട്ടി അത് പോയി, അത് ലോസ്റ്റായി പോയി ഫോർ എവർ. അപ്പോൾ ഈ ബിൻസി ഫോപ്പുലാസ് എന്ന് പറയുന്ന ഒരു ലമെൻ്റാണ്, ലമെൻറ്റേഷനാണ്, പോയം ഓഫ് ലമെൻറ്റേഷൻ. അതായത് ട്രീസ് ഫോളോ ചെയ്യുന്നു നിയർ ഓക്സ്ഫോർഡ്. അത് ആ ഒരു ട്രീസിന് പോയിറ്റിന് വളരെയധികം ഇഷ്ടമായിരുന്നു. ആ ഒരു ഫിസിക്കൽ ഡിസ്ട്രക്ഷനെ ഹ്യൂമൻ ബീയിങ്സിൻ്റെ കെയർലെസ്നെസ് കാരണമാണ് സംഭവിച്ചത്. വളരെ സേക്രഡായിട്ട് നിന്ന ട്രീ ആണ്. സോ നമ്മൾ ഗോഡിൻ്റെ ക്രിയേറ്റിവിറ്റിയാണ് നശിപ്പിച്ചത്. അപ്പം നേച്ചറിനെ ഡിസ്ട്രോയ് ചെയ്യുന്ന കാര്യവും ഡിവൈൻ ക്രിയേഷനും ആ എൻവയോൺമെൻറ്റ് എന്തുമാത്രം ഫ്രജൈലാണെന്നുള്ള കാര്യവും സോഫ്റ്റ് ആണെന്നുള്ള കാര്യവും ഹ്യൂമൻ ബീയിങ്സിൻ്റെ ഇഗ്നോറൻസിനെ കുറിച്ചുമാണ് നമ്മളിവിടെ ഈ ഒരു പോയത്തിനകത്ത് സംസാരിക്കുന്നത്.